എല്ലാവരും കൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു കാര്യമായിരുന്നു മരണം. അപ്പോൾ ഈ 2 തലമുറ കൊണ്ടാണ് അതൊരു സ്ട്രേഞ്ചറായത്. മരിക്കാൻ പോവുകയാണോ, പിന്നെ എന്ന് വരും എന്ന് അവർ ചോദിക്കും. ഒരുത്തൻ പറഞ്ഞിട്ടുണ്ട്, എന്നെ കുഴിച്ചിടുമ്പോൾ എനിക്ക് ശ്വാസം മുട്ടില്ലേ. എൻ്റെ കളിപ്പാട്ടങ്ങൾ പങ്കുവച്ച് അനിയനിതല്ല അനിയത്തിക്കിതല്ല എന്ന് പങ്കുവച്ച് കൊടുത്ത കുട്ടിയെ എനിക്കറിയാം. തനിച്ച് മരിക്കേണ്ടി വരിക എന്നുള്ളത് ഒരു അല്പം ദൗർഭാഗ്യമാണ്, അല്പമല്ല കുറേ അധികം ദൗർഭാഗ്യമാണ്. ജീവിതാന്ത്യത്തിൽ ഇന്റൻസീവ് കെയർ ആക്കുക, ഇതൊരു ഇന്ത്യൻ രോഗമാണ്. ലോകം മുഴുവൻ ഇങ്ങനല്ല. ക്യാൻസർ എന്ന് പറഞ്ഞാൽ പാലിയേറ്റീവ് കെയർ ആവശ്യമുള്ള രോഗാവസ്ഥകളിൽ 30% താഴെയുള്ളൂ. എല്ലാ ഡോക്ടർമാരും കുറച്ച് പാലിയേറ്റീവ് കെയർ അറിഞ്ഞിരിക്കണം. മരണത്തിലേക്ക് അടുക്കുന്ന ഒരാളുടെ ആ മരിക്കുന്നതിന്റെ ക്വാളിറ്റി എന്നൊക്കെ പറയുമ്പോൾ ആൾക്കാർക്ക് മനസ്സിലാവാൻ പ്രയാസമുള്ള ഒരു വിഷയമല്ലേ. എൻ്റെ ജീവിതത്തിൻ്റെ അവസാനം മരണമാണ് എന്ന് ഈ ചെറുപ്പക്കാരെ ഈ പ്രായത്തിൽ ചിന്തിക്കാൻ വിഷമമായിരിക്കും, പക്ഷെ ചിന്തിക്കാൻ തയ്യാറാവണം. എൻ്റെ മരണം അടുക്കുമ്പോൾ എന്നെ ഒരു കൃത്രിമോ ജീവനോപാധികളും ഉപയോഗിക്കാതെ എന്നെ എൻ്റെ ബന്ധുക്കളുടെ കൂടെ കിടന്ന് മരിക്കാൻ അനുവദിക്കണം. അപ്പോൾ അതിനെന്ത് ചെയ്യണം? കാരണം അതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കുക എന്നുള്ളത് നിവർത്തിയുള്ളൂ. താങ്ക് യു. ഇങ്ങനെണ്ണം ചെയ്ത് അതിനെ പുറത്തു കൊണ്ടുവരുന്നതിന്. മരുന്നുകൊണ്ട് സൗഖ്യം പകരുന്നവരുണ്ട്. സഹാനുഭൂതി കൊണ്ട് അത് ചെയ്യുന്ന മറ്റു ചില അപൂർവം മനുഷ്യരും. വേദനയിൽ ആശ്വാസം പകരാനും മരണത്തെ ഉൾക്കൊള്ളാൻ പഠിപ്പിക്കാനും അവരിലൊരാൾ തൻ്റെ ജീവിതം മാറ്റിവെച്ചു. ഇന്ത്യൻ ആരോഗ്യരംഗത്തിൻ്റെ ഹൃദയത്തിൽ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ എന്നൊരു പുതിയ ആരോഗ്യശാഖ ആ മനുഷ്യൻ എഴുതി ചേർത്തു. ലോകം അയാളെ ഇന്ത്യൻ പാലിയേറ്റീവ് കെയറിൻ്റെ പിതാവ് എന്ന് വിളിച്ചു. തൻ്റെ വാക്കും സ്പർശവുമായി ചുറ്റുമുള്ള ജീവിതങ്ങളുടെ അവസാന തുള്ളിയിലും സൗഖ്യം കാത്തുവച്ചൊരാൾ. ഡോക്ടർ M.R. രാജഗോപാൽ. ഇന്ത്യയിലെ തന്നെ പാലിയേറ്റീവ് കെയർ സംവിധാനങ്ങളുടെ പയനിയേഴ്സിൽ ഒരാളാണ് ഡോക്ടർ. തുടക്കം ഒരു അനസ്തീഷ്യോളജിസ്റ്റ് ആയിട്ടായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നും ഇങ്ങനൊരു കരിയർ ഷിഫ്റ്റ് എടുക്കാൻ ജീവിതത്തിലെയോ അല്ലെങ്കിൽ പ്രൊഫഷണൽ ലൈഫിലെയോ ഒക്കെ എന്തെങ്കിലും സംഭവങ്ങൾക്ക് പങ്കുണ്ടോ? ഞാൻ ഈ മെഡിക്കൽ കോളേജിൽ ചേർന്ന് കഴിഞ്ഞപ്പോൾ മുതൽ ചുറ്റും കാണുന്നത് മുഴുവൻ വേദനയാണ്. വ്യക്തിപരമായിട്ടും അനുഭവം ഉണ്ടായി. എൻ്റെ ഒരു നെയ്ബർ കൊടിയ വേദന അനുഭവിച്ച് നരകിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അയാൾക്ക് ആ കാലം 1/2 നൂറ്റാണ്ടിലേറെയായി. അന്നും കീമോതെറാപ്പി കിട്ടിയിരുന്നു, പക്ഷെ വേദനയ്ക്ക് ആരും ആശ്വാസം കൊടുത്തില്ല. രാത്രി മുഴുവൻ ഉണരുമ്പോഴൊക്കെ ഈ നിലവിളി കേൾക്കാം. അത്രയും വേദന ഒരുപാട് ആശുപത്രിക്കകത്തും കണ്ടിട്ടുണ്ട്. ഞാൻ ഒരു അനസ്തെറ്റിസ്റ്റായിരുന്നു. ഈ അനസ്തീഷ്യയും പാലിയേറ്റീവ് കെയറുമാണ് രോഗം മാറ്റാനല്ലാതെ ബുദ്ധിമുട്ട് കുറയ്ക്കാനുള്ള 2 സ്പെഷ്യാലിറ്റി. ഞാൻ ഏതായാലും അനസ്തെറ്റിസ്റ്റായി. അപ്പോൾ അതിൻ്റെ അറിവ് വെച്ചിട്ട് തന്നെ ഈ വേദന മാറ്റുന്ന, ഞരമ്പുകളെ തരിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങി. അതായത് ചുറ്റും വേദനയുണ്ട്, നമുക്കെന്തെങ്കിലും ചെയ്യാൻ കഴിയുമെന്ന് തോന്നലുള്ളപ്പോൾ കഴിയുന്നത് ചെയ്ത് അങ്ങനെ തുടങ്ങുമായിരുന്നു. സാറിൻ്റെ പുസ്തകം ഇപ്പം ആത്മകഥ ഇംഗ്ലീഷ് വന്നിട്ടുണ്ട്, വാക്ക് വിത്ത് വേരി, മലയാളത്തിലും നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് DC ബുക്സിൽ. ഈ പുസ്തകത്തിനകത്ത് ഒരുപാട് ഉദാഹരണങ്ങൾ അല്ലെങ്കിൽ അനുഭവങ്ങൾ ഡോക്ടർ വിശദീകരിക്കുന്നുണ്ട്. ഞാൻ അതിൽ വായിച്ച ആദ്യത്തെ ഒരു അനുഭവം പറയുന്നത്, ഒരു ഡോക്ടർ ഒരു പേഷ്യൻറ്റിനെ കണ്ട് സംസാരിക്കുമ്പം വേദന കുറയ്ക്കാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ച സമയത്ത് ക്യാൻസറിന് പിന്നെ വേദന ഉണ്ടാവില്ലേ എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നതെന്ന് ചോദിക്കുന്ന ഒരു രംഗമുണ്ട്. അപ്പം ആ ഒരു അനുഭവം എന്തായിരുന്നു? അത് എങ്ങനെയാണ് ട്രിഗർ ചെയ്തത്? ഞാൻ എൻ്റെ ഒരു അയൽവക്കക്കാരൻ കസിൻ ക്യാൻസർ ആയിരുന്ന കാര്യം പറഞ്ഞു. അപ്പോൾ അവർ പോയി വേദന നിലവിളി കേട്ട് ഡോക്ടർമാരുടെ അടുത്ത് പോയി ചോദിച്ചു എന്തെങ്കിലും അതിന് ചെയ്യാൻ. അത് പിന്നെ ക്യാൻസറായ വേദന ഉണ്ടാവില്ല എന്നായിരുന്നു അദ്ദേഹത്തിന് കിട്ടിയ മറുപടി. ചുറ്റും വേദന കണ്ട് അത് എല്ലതും ചെയ്യാൻ പറ്റുമെന്ന് തോന്നിയപ്പോൾ ഞാനത് ചെയ്തു തുടങ്ങി. അനസ്തെറ്റിസ്റ്റായിട്ട് തന്നെ
ഞങ്ങൾ ഈ ഞരമ്പുകളൊക്കെ തരിപ്പിക്കും. ഓപ്പറേഷൻ സമയത്ത് ഒരു ശരീരത്തിൻ്റെ ഒരു ഭാഗത്തിന് വേദന ഇല്ലാതാക്കില്ലേ, അതുപോലെ തന്നെ വേറെ മരുന്നുകളൊക്കെ ഉപയോഗിച്ച് അതുപോലെ ഞരമ്പുകളെ തരിപ്പിക്കാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ വേദനയെ മാത്രം, ബാക്കി മനുഷ്യനെ കാണുന്ന പരിപാടി എപ്പോഴില്ലായിരുന്നു, വേദനയെ ചികിത്സിച്ച് തുടങ്ങി. അപ്പോൾ ഞാൻ ഒരിക്കൽ വേദനയ്ക്ക് സക്സസ്ഫുള്ളായിട്ട് വേദന മാറ്റിയ ഒരു കോളേജ് പ്രൊഫസർ ഇനി എന്നാ വരേണ്ടതെന്ന് എന്നോട് ചോദിച്ചപ്പോൾ ചമ്മ ഇനി വരണമെന്നില്ല, ഈ ഇഞ്ചക്ഷൻ്റെ ഫലം ഒരു 6 മാസം മുതൽ 9 മാസം വരെ നിൽക്കും, അങ്ങനല്ല ഇടയ്ക്ക് വേദന വരുന്നെങ്കിൽ വന്നോളൂ. അപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലാകുന്നത് ഇനി ഞാൻ വരണ്ടെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അത്രയും കാലത്തിനുള്ളിൽ ജീവിതം പോകുമെന്നുള്ള മട്ടിൽ അദ്ദേഹം മനസ്സിലാക്കിയെന്ന് അദ്ദേഹത്തിൻ്റെ ബന്ധു പറഞ്ഞ് പിന്നെ അറിഞ്ഞു. അദ്ദേഹം പോയിട്ട് അന്ന് ആത്മഹത്യ ചെയ്തു. 42 വയസ്സേ ഉണ്ടായിരുന്നു. വളർച്ചയെത്താത്ത 2 കുട്ടികളുണ്ട്, ഭാര്യയുണ്ട്. അതുവരെ വേദനയും ഞരമ്പിനെയും മാത്രമേ കാണാൻ പഠിച്ചെന്നുള്ളൂ. മനുഷ്യനെ കാണാൻ പഠിപ്പിച്ചിട്ട് പോയത് ആ പ്രൊഫസറാണ്. ആ ഒരു വിചാരങ്ങളും വികാരങ്ങളും അനുസരിച്ചാണ് ദുരിതമുണ്ടാകുന്നത് എന്ന് അദ്ദേഹം മനസ്സിലാക്കിച്ചു. ഞങ്ങൾ MBBS-നും പിന്നെ MD-യും DM-ഉം ഒക്കെ ആയി പോയാൽ പിന്നെ കൂടുതൽ നാരോ ആയിട്ട് രോഗങ്ങളെ മാത്രമേ പഠിപ്പിച്ചിട്ടുള്ളൂ. ഇപ്പോഴാണ് ഇതൊക്കെ ഒന്ന് പാഠ്യപദ്ധതിയിലേക്ക് കയറുന്നത്. അപ്പം മനുഷ്യരെ കാണാനും ദുരിതത്തിനെ പറ്റി ചിന്തിക്കാനും പോലും ഞങ്ങളൊന്നും പഠിച്ചിട്ടില്ലായിരുന്നു. ഡോക്ടർമാരെ കുറിച്ച് പൊതുവെ പറഞ്ഞു കേൾക്കുന്ന ഒരു ആക്ഷേപം, അവർ രോഗങ്ങളെ മാത്രമേ കാണുന്നുള്ളൂ, വളരെ ക്ലിനിക്കലായിട്ടാണ് സമീപിക്കാറുള്ളത്, രോഗികളെ അവരുടെ ഇമോഷൻസിനെ പരിഗണിക്കാറില്ല എന്നുള്ളതാണ്. അപ്പം ഡോക്ടർമാരായാൽ പിന്നെ മനുഷ്യപ്പറ്റി പാടില്ല എന്നുണ്ടോ? സീനിയർ ഡോക്ടർമാർ പറയാറുണ്ട് ഇപ്പോഴും എമോഷൻസ് പാടില്ല എന്ന്. പക്ഷെ ഈ പറഞ്ഞത് വൈദ്യശാസ്ത്രത്തിൻ്റെ ഒരു തത്വമൊന്നുമല്ല, ഒരിടത്തും ഉണ്ടാവില്ല. ഒരു 14-ാം നൂറ്റാണ്ടിൽ ബഹുമാനിക്കപ്പെടുന്ന ഒരു ആചാര്യൻ പറഞ്ഞിട്ടുണ്ട്, ഡോക്ടർമാര് രോഗികളുടെ വക്താക്കളാകണമെന്ന്. രോഗത്തിൻ്റെ അല്ല. അപ്പോൾ അങ്ങനെ ഈ ഒരു നിയമമില്ല. പക്ഷേ ഒരു ഭാഗമുണ്ട്, അതിൻ്റെ ഒരു ഭാഗം ശരിയാണ്. ഞാൻ ഈ വ്യക്തിയുടെ ദുരിതം മുഴുവൻ ഉള്ളിലേറ്റി വല്ലാതെ വേദനിച്ചു കഴിഞ്ഞാൽ എനിക്ക് പ്രവർത്തിക്കാൻ സാധിക്കാത്ത സ്ഥിതിയാവും. ഞാൻ പാരലൈസ്ഡ് ആയി പോകുന്നത് സങ്കടം കൊണ്ട്. അപ്പോൾ ഇതിന് നമ്മൾ തെറപ്യൂട്ടിക് ഡിസ്റ്റൻസിങ് എന്ന് പറയാറുണ്ട്. അതായത് ഞാനിത് മുഴുവൻ ഉൾക്കൊണ്ട് അങ്ങനെ ആ വിഷമം കൊണ്ട് ഇല്ലാതാകുന്നതിന് പകരം എമ്പതി വേണം. താങ്കളുടെ ഭാഗത്തു നിന്ന് ആ പ്രശ്നം മനസ്സിലാക്കി ചെയ്യാനൊക്കുന്നത് ചെയ്യുക. പക്ഷെ അതിൻ്റെ കൂടെ ഒരു ഭാഗമുണ്ട്. ഞാൻ വെറും മനുഷ്യനാണെന്ന് ഞാനും തിരിച്ചറിയണം. എനിക്ക് പരിഹരിക്കാൻ ഒക്കാത്ത പ്രശ്നങ്ങളുണ്ടാകും, അത് ഞാൻ അങ്ങനെയാണെന്ന് സ്വീകരിക്കണം. അപ്പോൾ ഈ ഡിസ്റ്റൻസിങ് എന്ന് പറയുന്ന അത്രയും ആവണം. പക്ഷേ ഈ പറഞ്ഞ ഒരു പ്രിൻസിപ്പിൾ ഞാൻ ഈയിടെയും കേട്ടു, ഒരു സീനിയർ ഡോക്ടർ പറഞ്ഞത് എമോഷൻസ് മാറ്റിവെക്കണം. അതൊരു ക്രൂരമായ പരിപാടിയാണ്. ഒരു എൻജിനീയർക്ക് അത് മതി, എമോഷൻസ് വേണ്ട, മെഷീനെ പരിപൂർണമായിട്ട് മനസ്സിലാവും, അതിനെ റിപ്പയർ ചെയ്ത് കൊടുത്താൽ മതി. പക്ഷെ ഈ പരിപാടിക്ക് വരുന്നവർ എമോഷൻസ് കാണാൻ വിസമ്മതിക്കുക എന്ന് വെച്ചാൽ അതൊരു ക്രൂരതയാണ്. സാറിൻ്റെ പുസ്തകത്തിൽ വേറൊരു പ്രസക്തമായൊരു ഭാഗം എന്ന് എനിക്ക് തോന്നിയത്, കുട്ടികൾക്ക് അസുഖം വരുമ്പോൾ അവരുടെ വേദന കണ്ടുകൊണ്ട് നിൽക്കാൻ ഒരു ഡോക്ടർക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും. സാർ ലുക്കീമിയ പേഷ്യൻ്റ് ആയിട്ടുള്ള കുട്ടികളിൽ ഒരാളെ കാണാൻ പോയിട്ട് അച്ഛനുമായിട്ടുള്ള ഒരു ഇൻട്രാക്ഷൻ വിശദീകരിക്കുന്നുണ്ട് പുസ്തകത്തിൽ. ആ ഒരു അനുഭവം ഒന്ന് ഓർത്തെടുക്കാൻ പറ്റിയാൽ. കുട്ടികളുടെ വേദന കണ്ടു നിൽക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടായിട്ടാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇപ്പോൾ ഇന്ത്യയിൽ വേദനിക്കുന്ന മനുഷ്യർക്ക് 4% ആൾക്കാർക്ക് വേദന നിവാരണം കിട്ടുന്നെങ്കിൽ കുട്ടികളുടെ കാര്യത്തിൽ 1% ആ നരകയാതന അനുഭവിക്കുന്നു. അപ്പോൾ അതൊന്ന് ഡോക്ടർമാർ കുട്ടികളെ കണ്ടു നിൽക്കാൻ വയ്യാത്തതായിരിക്കും. കുട്ടികളുടെ വേദന ചികിത്സിക്കുന്നത് അത് ഞങ്ങൾ പ്രത്യേകമായിട്ട് പഠിച്ചിട്ടില്ല എന്ന് പറയുന്നതുണ്ടാവാം. അത് പഠിക്കാൻ അങ്ങനെ റോക്കറ്റ് സയൻസ് ഒന്നുമില്ല, അതൊക്കെ മനസ്സിലാക്കാന്നുള്ളതേ ഉള്ളൂ. പക്ഷെ വേറൊന്നും കൂടെ ഉണ്ടാകും. ചിലപ്പോൾ ആ വ്യക്തി അനുസരിച്ചിരിക്കും. ആ കുട്ടിയെ കാണുമ്പോൾ സ്വന്തം കുഞ്ഞുങ്ങളെ ഓർമ്മ വരും. അപ്പോൾ അവിടെയുള്ള മറ്റേ രോഗിയെ കാണുമ്പോൾ അത് എൻ്റെ കാര്യം ആവാമെന്ന് വിചാരിക്കുന്നതിനേക്കാളും കൂടുതൽ ഇത് ചിന്ത വരും. കുട്ടികളോടുള്ള സ്നേഹം കൊണ്ട് തന്നെ അച്ഛനും അമ്മയും ഒരുപാട് ദുരിതം ഉണ്ടാക്കും. ആ കേസിൽ ആ കുട്ടിയുടെ അച്ഛൻ പറഞ്ഞു തോന്നുന്നു, എൻ്റെ കുട്ടിനെ തൊട്ടുപോരുത്, ഒരുപാട് ഇഞ്ചക്ഷൻ വെച്ച് കഴിഞ്ഞു എന്ന് പറയുന്ന ഒരു അനുഭവം. ആ ഒരു അനുഭവം അത് പക്ഷേ നല്ലൊരു പാഠമാണ് അദ്ദേഹം പഠിപ്പിച്ചത്. ഇവിടെ കുഞ്ഞ് വേദന മാറ്റാൻ പറ്റിയിരുന്നു.
അത് കഴിഞ്ഞ് അവൻ മരണത്തിലേക്ക് പോകുന്നു. അപ്പം ചികിത്സിക്കുന്ന ഡോക്ടർക്ക് ഉപേക്ഷിക്കാൻ കഴിയുന്നില്ല. അദ്ദേഹം ആ അവസാന നിമിഷത്തിലും കഴുത്തിൽ കൂടെ ഒരു കാനുല ഇട്ട് ഇനിയൊരു കീമോതെറാപ്പി കൂടെ പരീക്ഷിക്കണം, ഈ കാനുല ഇടാനാണ് എന്നെ വിളിച്ചത് എന്ന് പറയുന്നു. അച്ഛൻ പറയുന്നത് കൊച്ചിന് തൊട്ടു പോരുന്നു. വാസ്തവം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ആശ്വാസം തോന്നി. ആ സമയത്ത് ആ കുട്ടിയെ വീണ്ടും വേദനിപ്പിക്കുകയെന്ന് വെച്ചാൽ വലിയ വിഷമമായിരുന്നു. അപ്പോൾ അവിടെ ആ കുട്ടിയുടെ അച്ഛൻ സ്വീകരിച്ചു, അവൻ മരിക്കാൻ പോവുകയാണ്, അവൻ ആകുന്നിടത്തോളം സൗഖ്യമായിട്ട് മരിച്ചോട്ടെ എന്ന്. പക്ഷേ ഇത് ഡോക്ടർക്ക് പറ്റുന്നില്ല. വീണ്ടും ശ്രമിക്കണം, സ്നേഹം കൊണ്ടാണ്. അല്ലെങ്കിൽ കർത്തവ്യബോധം ക്യാൻസറിൽ മാത്രം ഉടക്കിപ്പോയി, ക്യാൻസറിൻ്റെ ചുറ്റുമുള്ള മനുഷ്യജീവിയെ കാണാൻ പറ്റാതായതുകൊണ്ടൊക്കെ ആയിരിക്കും. അപ്പോൾ പക്ഷേ ഇതുപോലെ സ്വീകരിക്കുന്ന അച്ഛനമ്മമാർ മെജോറിറ്റി അല്ല, മൈനോറിറ്റിയാണ്. അപ്പോൾ എന്ത് ചെയ്യും? ഈ ഡോക്ടറും ആ ഡോക്ടറും പറയുന്നു രോഗം മാറുകയില്ല, ഇനി കീമോതെറാപ്പി കൊടുത്തിട്ട് കാര്യമില്ല, അടുത്തയാളുടെ അടുത്ത് പോകും, ആരെങ്കിലും ഒരാളിനെ കണ്ടുപിടിക്കുന്ന ഒന്നും കൂടെ കൊടുത്ത് നോക്കണേ ഡോക്ടർ. ഇത് സംഭവിക്കുന്നുണ്ട് ധാരാളം. അത് സ്നേഹം കൊണ്ടാണ്, പക്ഷെ ക്രൂരമായ സ്നേഹമാണ്. അതവിടെ കുറേ അധികം ക്രൂരത ഞങ്ങളുടെ ഭാഗത്തു നിന്നുമാണ്, മെഡിക്കൽ സിസ്റ്റം. കാരണം കീമോതെറാപ്പിയെ പറ്റി സംസാരിക്കുക എന്നല്ലാതെ അവരെ ഒരു അല്പം കൗൺസിലിങ് കൊടുത്ത് അവരുടെ വികാരങ്ങൾ മനസ്സിലാക്കി അവരെ കൊണ്ട് ഈ ഇനവിറ്റബിൾ എൻഡ് സ്വീകരിക്കാൻ പ്രാപ്തരാക്കാൻ ഞങ്ങളുടെ സിസ്റ്റത്തിൽ ഇല്ല, വളരെ കുറവാണ്. സൈക്കോ ഓങ്കോളജി എന്നൊരു വിഭാഗം ചില ക്യാൻസർ സെൻ്ററുകളിൽ ഇപ്പോൾ ഉണ്ട്. ക്യാൻസർ സെൻ്ററിൻ്റെ ഒരു മൂലയിൽ 1.5 ആളായിരിക്കും, ആവശ്യത്തിന് എങ്ങും ഉണ്ടാവില്ല. പക്ഷേ ആ ഭാഗം ഒരുപാട് വളരാനുണ്ട്. പാലിയേറ്റീവ് കെയറിനെ പറ്റി പൊതുവേ തുടക്കകാലം മുതലുള്ളൊരു ധാരണ അല്ലെങ്കിൽ തെറ്റിദ്ധാരണ, ക്യാൻസർ വന്ന രോഗികൾ മരിക്കാറാകുമ്പോൾ അവർക്ക് കൊടുക്കേണ്ട എന്തോ ഒരു ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ചികിത്സയാണെന്നുള്ളതാണ്. കേരള സമൂഹത്തിൽ അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ആരോഗ്യരംഗത്തെ പ്രൊഫഷണലുകൾക്ക് വരെ ഉണ്ട് എന്ന് പറയാം. അതിനെപ്പറ്റി എന്താ അഭിപ്രായം? ഒരുപാടുണ്ട്. ഇതിൻ്റെ ഒരു ചരിത്രപരമാണിത്. പാലിയേറ്റീവ് കെയർ എന്ന പ്രസ്ഥാനം 60കളിൽ തുടങ്ങിയത് മരിക്കാറായ ക്യാൻസർ രോഗികളുടെ ചികിത്സയായിട്ടാണ്. അപ്പോൾ അതങ്ങ് സ്റ്റക്കായി പോയി. അത് കഴിഞ്ഞ് ശാസ്ത്രവും മനുഷ്യത്വവും ഒക്കെ എത്രയോ വ്യത്യാസപ്പെട്ട് പാലിയേറ്റീവ് കെയറിനെ പറ്റി ഒരുപാട് വിചാരങ്ങൾ വ്യത്യാസപ്പെട്ടിട്ടും പൊതുവേ വിചാരമുണ്ട്. ഡോക്ടർമാർക്കും ഉണ്ട്, സാധാരണ മനുഷ്യർക്കും ഉണ്ട്. അപ്പോൾ അത് വലിയ കഷ്ടമാണ്. അപ്പോൾ എപ്പോഴാണ് പാലിയേറ്റീവ് കെയർ വേണ്ടേ? ക്യാൻസറിന് മാത്രമൊന്നുമല്ല, ക്യാൻസർ എന്ന് പറഞ്ഞാൽ പാലിയേറ്റീവ് കെയർ ആവശ്യമുള്ള രോഗാവസ്ഥകളിൽ 30% താഴെയുള്ളൂ. ബാക്കി മുഴുവൻ വേറെ ഓരോന്നിനാണ്. വേറെ ഏതൊക്കെ രോഗങ്ങൾക്കാ? ഏറ്റവും കൂടുതലുള്ളതേ കേരളത്തിൽ അത്രയുമില്ല, ഇന്ത്യയിലും പൊതുവെ കുറവാണ് HIV. ഗ്ലോബലായിട്ട് നോക്കിയാൽ ഏറ്റവും കൂടുതൽ എയ്ഡ്സ് ആണ്. അത് കഴിഞ്ഞാൽ ക്യാൻസറും കഴിഞ്ഞാൽ പിന്നെ വരുന്ന വലിയൊരു ഗ്രൂപ്പ് ഡിമെൻഷ്യയാണ്, മറവി രോഗം. അവിടെയാണ് പാലിയേറ്റീവ് കെയർ വളരെ ചുരുക്കം പേർക്ക് കൊടുക്കാനൊരവസരം നമുക്കും ഉണ്ടാകും. അവരെ വീണ്ടും രോഗം ഡിമെൻഷ്യയ്ക്കെന്നും പറഞ്ഞ് മരുന്നുകൾ കൊടുത്ത് കുറേ അധികം പേരെ അവസാന നിമിഷം വെന്റിലേറ്ററിലും ഇട്ടിട്ടാണ് അവരെ പോകാൻ അനുവദിക്കുക. ഒരുപാട് സഫറിങ് ഉള്ള ഒരു രോഗമാണ്, രോഗിക്കും അതെ, കുടുംബത്തിനും അതെ. പ്രോഗ്രസീവ് ന്യൂറോളജിക്കൽ ഡിസോർഡേഴ്സ്, ഞരമ്പ് സംബന്ധമായ തിരിച്ചു വരവില്ലാത്ത കുറേ രോഗങ്ങളുണ്ട്. അവയിലെല്ലാം ഒരു പൊതു സ്വഭാവമുള്ളത് സാവകാശം മോശമായിക്കൊണ്ടിരിക്കും. അതിൻ്റെ കൂടെ ഉണ്ടാകുന്ന ദുരിതം മുഴുവൻ ഉണ്ടാകും. അത് വേറൊരു ഗ്രൂപ്പ്. ഇനി ഇങ്ങനെ ഇതൊന്നും നോക്കണ്ട, കരളായാലും കിഡ്നി ആയാലും ഹൃദയമായാലും എന്ത് അസുഖം വന്നാലും അവിടെയെല്ലാം കുറേ അധികം ആളുകൾക്ക് ഒരു ദുരിതം കാര്യമായിട്ടുണ്ടാകും. അപ്പോൾ ഇവിടെയൊക്കെ മരിക്കാൻ കിടക്കുന്ന സമയത്ത് ഞങ്ങൾ പോയി ചെയ്താൽ പോരാ, രോഗചികിത്സയോടൊപ്പം പോകണം. ഞങ്ങൾ പോയി അവിടെ ചെയ്യണമെന്നല്ല, എല്ലാ ഡോക്ടർമാരും കുറച്ച് പാലിയേറ്റീവ് കെയർ അറിഞ്ഞിരിക്കണം. എങ്ങനെ രോഗിയുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യണമെന്നും മനസ്സിലാക്കിയിരിക്കണം, എങ്ങനെ സംസാരിക്കാമെന്ന് മനസ്സിലാക്കണം, വേദന എങ്ങനെ മാറ്റാം, ശ്വാസം മുട്ട് എങ്ങനെ മാറ്റാമെന്ന് പാലിയേറ്റീവ് കെയറിൻ്റെ ശാസ്ത്രം അവരും പഠിച്ചിരിക്കണം. ഇതൊക്കെ നടക്കുമോ എന്നൊരു ചോദ്യം മനസ്സിൽ തോന്നുന്നുണ്ടെങ്കിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് ഞാൻ സന്തോഷത്തോടുകൂടി പറയുന്നു. MBBSും നഴ്സിങ്ങും പാഠ്യപദ്ധതിയിൽ കയറി കഴിഞ്ഞു. ഇംപ്ലിമെൻറ്റേഷൻ ഗ്യാപ്പ് ഉണ്ട് കേട്ടോ. 2019 മുതൽ മെഡിക്കലിലും 2022 മുതൽ നഴ്സിംഗും പാഠ്യപദ്ധതിയിൽ കയറി കഴിഞ്ഞു. പഠിപ്പിക്കാൻ ആളുണ്ടാവില്ല ഇപ്പോൾ. അതൊക്കെയാണ് ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ
ഈ ക്യാൻസർ സ്പെഷ്യലിസ്റ്റിനും മറ്റ് സ്പെഷ്യലിസ്റ്റിനുമായിട്ട് ഞങ്ങൾ കോഴ്സുകൾ ചെയ്യുന്നുണ്ട്. ഓൺലൈൻ കോഴ്സസാണ്. ഇന്ത്യയിലെ ഒരു 75ഓളം ക്യാൻസർ സ്പെഷ്യലിസ്റ്റ് ഞങ്ങളുടെ കോഴ്സ് ചെയ്ത് കഴിഞ്ഞു. കുറേ അധികം ശ്വാസകോശ വിദഗ്ധർ ചെയ്തു കഴിഞ്ഞു. ന്യൂറോളജിക്ക് ഒരു പ്രത്യേക ന്യൂറോ പാലിയേറ്റീവ് കെയർ എന്നൊരു വിഭാഗവും കോഴ്സസും ഞങ്ങളല്ല ചെയ്യുന്നത്, ഞങ്ങളും കൂടെ സഹകരിക്കാറുണ്ട്. പല സ്ഥലങ്ങളിലായിട്ട് നടക്കുന്നു. അപ്പോൾ അതൊക്കെ വളരെ കുറേശ്ശെ നടന്നുകൊണ്ട് തുടങ്ങിയിട്ടുണ്ട്, തുടക്കമേ ആയിട്ടുള്ളൂ. പാലിയേറ്റീവ് ചികിത്സ ഒരു രോഗി മരിക്കാറാകുമ്പോൾ അല്ലെങ്കിൽ ചികിത്സ കൊണ്ട് കാര്യമില്ല എന്ന അവസ്ഥയിലോട്ട് എത്തുമ്പോൾ കൊടുത്തില്ലെങ്കിൽ അത് അയാളുടെ ക്വാളിറ്റി ഓഫ് ഡെത്തിനെ എങ്ങനെയാണ് ബാധിക്കുക? ക്വാളിറ്റി ഓഫ് ഡെത്ത് മോശമായിരിക്കും എന്ന് മാത്രമല്ല, ചികിത്സ കൊണ്ട് കൂടുതൽ ക്രൂരമാകും. അതായത് ഇത് അധികാലമൊന്നുമില്ല, ഒരു 25 വർഷം മുമ്പ് അത്രയേ ഉള്ളൂ. ആ കാലത്ത് ഒന്ന് ഓർത്ത് നോക്കൂ, ആളുകൾ മരിക്കുന്ന ആള് അയ്യോ മരിക്കാറായോ, ഐസിയോട്ടിക്ക് കൊണ്ടുപോയില്ലേ എന്നൊരു ചോദ്യം വരുമായിരുന്നില്ല. ഇതൊരു ഇന്ത്യൻ ഫിനോമിനമാണ്. ക്രൂരത എന്ന് ഞാൻ പറയുന്ന പ്രധാനം പല രീതിയിലും, ഒന്ന് പാലിയേറ്റീവ് കെയർ കിട്ടാത്ത, വേദനയൊന്നും ചികിത്സിക്കാത്ത ഒരു ക്രൂരത. പക്ഷേ വേറെ രണ്ടെണ്ണമുണ്ട്. ഒന്ന് ജീവിതാന്ത്യത്തിൽ ഇൻറ്റൻസീവ് കെയർ ആക്കുക. ഇതൊരു ഇന്ത്യൻ രോഗമാണ്, ലോകം മുഴുവൻ ഇങ്ങനെയല്ല. ഡാറ്റയുണ്ട് എൻ്റെ കയ്യിൽ. യൂറോപ്യൻ യൂണിയൻ കൺട്രീസിൽ ഇനി ചികിത്സ ഇൻറ്റൻസീവ് കെയർ കൊണ്ട് പ്രയോജനമില്ല എന്നുള്ള അവസ്ഥ വരുമ്പോൾ ഏതാണ്ട് 90% പേരെയും ആ കൃത്രിമ ഉപാധികളിൽ നിന്നൊക്കെ മാറ്റി, വെന്റിലേറ്ററൊക്കെ മാറ്റി പകരം പാലിയേറ്റീവ് കെയർ കൊടുത്ത് അവരെ പോകാൻ അനുവദിക്കും. ഇന്ത്യയിൽ അങ്ങനല്ല. അവിടെ 10% പേരെ വെന്റിലേറ്ററിൽ മരിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ 70% അങ്ങനെയാണ് പോകുന്നത്. അവരെ അതിൽ നിന്ന് മാറ്റുന്നില്ല, അങ്ങനെ പോകും. അപ്പോൾ ഇതൊരു ക്രൂരത, എൻഡ് ഓഫ് ലൈഫ് കെയറിലെ ക്രൂവൽറ്റി. ഒരു വലിയ സമ്പന്നൊന്നും വേണ്ട, ഒരു മിഡിൽ ക്ലാസ്, ലോവർ മിഡിൽ ക്ലാസ് ആണെങ്കിലും ഇപ്പോൾ മരണം ICU യൂണിറ്റിൽ. ഇപ്പോഴവിടെ ചെല്ലുമ്പോൾ ആശുപത്രിയിൽ ഡോക്ടർമാർ പറയും ഓക്സിജൻ എന്താണോ ICU യൂണിറ്റിൽ കൊണ്ടുപോകും. എൻ്റെ കുടുംബത്തിൽ സംഭവിച്ചു. ഞങ്ങളുടെ കുടുംബത്തിൽ കുറേ അധികം ഇതിനെപ്പറ്റിയൊക്കെ സംസാരിക്കും കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത ബന്ധുവാണ്, വേണ്ടാന്ന് തീരുമാനിച്ചു. ആശുപത്രി കൊണ്ടുപോയി. ഒരു കഴുത്ത് ഒടിവ് പറ്റി, പ്രായമായ ആൾ. അപ്പോൾ ആശുപത്രിയിൽ കൊണ്ടുവന്നപ്പോൾ ഇത് ഒരു 12 മണിക്കൂറിനകം ശ്വാസം മോശമാകും, ICU യൂണിറ്റിലാക്കി വെന്റിലേറ്റർ ഇടേണ്ടി വരുന്നു എന്നേ പറയുന്നുള്ളൂ, അല്ലാതൊരു ഓപ്ഷൻ പറയുന്നില്ല. അപ്പം ഞങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്, അത് വേണ്ട എന്ന് ഉറച്ചു പറഞ്ഞു. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളെല്ലാം തീരുമാനിച്ചു, മക്കളും പറഞ്ഞു. രാവിലെ 7 മണിയായപ്പോൾ ഇതാ കേൾക്കുന്നു, വെന്റിലേറ്റർ കയറ്റിയെന്ന്. അല്ല, ICU യൂണിറ്റിൽ കയറ്റിയെന്ന്. വെന്റിലേറ്റർ കയറ്റിയിട്ടില്ല, ICU യൂണിറ്റിൽ കയറ്റി. ഞാൻ ഓടിപ്പോയി അന്വേഷിച്ചപ്പോൾ അവിടെ മോൻ പറയുന്നു, ആ ICU യൂണിറ്റിൽ ഡോക്ടർ എന്ന് പറഞ്ഞു അത് ഓക്സിജൻ താഴുന്നു. അപ്പം ICU യൂണിറ്റ് വേണ്ടാന്ന് ഞങ്ങൾ പറഞ്ഞു. പിന്നെ ഓക്സിജൻ ആണ് ICU യൂണിറ്റിലല്ല, എന്ത് ചെയ്യാനാണ്? അതിന് മറുപടി പറയാൻ ഈ മകൻ അറിഞ്ഞൂടല്ലോ. ഇത്തരം ആ ഡോക്ടർ നല്ല മനസ്സുള്ള ആളായിരിക്കണം, പക്ഷേ അറിഞ്ഞുകൂടാ, എന്താണ് ചെയ്യേണ്ടതെന്ന് അറിഞ്ഞുകൂടാ. ഭാഗ്യത്തിന് ഇപ്പോൾ 1-2 സുപ്രീം കോടതി വിധിയൊക്കെ വന്നതുകൊണ്ട് അതിനെപ്പറ്റി കുറച്ചുകൂടെ ലീഗൽ ക്ലാരിറ്റി ഉണ്ട്. പക്ഷേ സുപ്രീം കോടതി വിധിയൊക്കെ അവിടെ കിടക്കും, ആളുകൾ അറിഞ്ഞാലും പഴയ പ്രാക്ടീസ് തന്നെ തുടരുന്നു. നമുക്കിപ്പോൾ അതിനുള്ള വഴിയുണ്ട്, അതായത് എൻഡ് ഓഫ് ലൈഫ് വില്ല അങ്ങനെ എന്തെങ്കിലും എഴുതാൻ പറ്റും, എനിക്ക് ക്രിട്ടിക്കൽ ആയാൽ എന്ത് ചെയ്യണമെന്നുള്ളത്? 2018 ഒരു സുപ്രീം കോടതി വിധി അന്ന് തന്നെ പറഞ്ഞിരുന്നു. അതിപ്പോൾ 2023 അതിൽ ചില ഭാഗങ്ങൾ മാത്രം മാറ്റിയിട്ട് പുതുക്കിയിട്ടുണ്ട്. അതനുസരിച്ച് വളരെ വ്യക്തമാണ്. ഞാൻ എഴുതി വച്ചിട്ടുണ്ട്, എൻ്റെ മരണം എടുക്കുമ്പോൾ എന്ന് വെച്ചാൽ എനിക്ക് ചികിത്സിച്ച് മാറ്റി, അല്ലെങ്കിൽ ചികിത്സ കൊണ്ട് ഏതാണ്ട് റീസണബിൾ ക്വാളിറ്റി ഓഫ് ലൈഫ് കിട്ടുന്ന രോഗമല്ലെങ്കിൽ എന്നെ ഒരു കൃത്രിമോ ജീവനോപാധികളും ഉപയോഗിക്കാതെ എന്നെ എൻ്റെ ബന്ധുക്കളുടെ കൂടെ കിടന്ന് മരിക്കാൻ അനുവദിക്കണം. അത് ഈ എഴുതി വെച്ചത് ഒരു ഗസറ്റഡ് ഓഫീസർ ഒപ്പിട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ വാലിഡാണ്. ഇപ്പോൾ പാലിയം ഇന്ത്യയുടെ വെബ്സൈറ്റ് ഒന്ന് താങ്കൾ കൊടുത്താൽ വളരെ സന്തോഷം. അതിൽ ആ ഡോക്യുമെൻ്റ് ഉണ്ട്, ഒന്ന് ഡൗൺലോഡ് ചെയ്യുക, നമുക്ക് ഒന്ന് പ്രിൻ്റ് ചെയ്ത് നമുക്ക് വേണ്ട രീതിയിലെല്ലാം മോഡിഫൈ ചെയ്യണമെങ്കിൽ ചെയ്യാം, അത് നമ്മുടെ അവകാശമാണ്. ചെയ്ത് എനിക്ക് പകരം എനിക്ക് തീരുമാനങ്ങൾ എടുക്കാൻ വയ്യാത്ത അവസ്ഥ വന്നാൽ അവൈലബിൾ ആകാൻ സാധ്യതയുള്ള 3 ആളുകളെ ഞാൻ പറയുന്നു, ഇദ്ദേഹവും അവരുടെ ഡീറ്റെയിൽസ്, ആധാർ നമ്പർ വരെ എഴുതി വയ്ക്കുന്നു. അപ്പം എനിക്ക് തീരുമാനമെടുക്കാൻ വയ്യാത്ത അവസ്ഥയിൽ
അവരായിരിക്കും തീരുമാനമെടുക്കാൻ ഓതറൈസ്ഡ്. അതെൻ്റെ ബന്ധുക്കളാവാം, എൻ്റെ മക്കളാവാം, അവൈലബിൾ ആയിട്ടുള്ള ആളാവണമെന്ന് മാത്രം. ഇത് ഗസറ്റഡ് ഓഫീസർ കൗണ്ടർ സൈൻ ചെയ്ത് കഴിഞ്ഞാൽ ലീഗലി വാലിഡ് ഡോക്യുമെൻ്റ് ആണ്. ഒരു കുഴപ്പമുണ്ട്, എനിക്ക് ആ സമയത്ത് ഈ ഡോക്യുമെൻറ്റും കൊണ്ടുപോയി ഫൈറ്റ് ചെയ്യാൻ ശക്തിയില്ല. അപ്പോൾ എൻ്റെ ഫാമിലി ഇത് മുഴുവൻ മനസ്സിലാക്കി കൂടെ നിന്നില്ലെങ്കിൽ പ്രയോജനമില്ല. സമൂഹത്തിന്റെ ഒരു പ്രത്യേകത കൊണ്ട് മരണം എന്ന് പറയുന്നത് വളരെ ടാബു ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്, സംസാരിക്കാനുള്ള ബുദ്ധിമുട്ടുള്ള അല്ലെങ്കിൽ പതിഞ്ഞ സ്വരത്തിൽ സംസാരിക്കുന്ന ഒരു വിഷയമാണ്. അപ്പം മരണത്തിലേക്ക് അടുക്കുന്ന ഒരാളുടെ ആ മരിക്കുന്നതിന്റെ ക്വാളിറ്റി എന്നൊക്കെ പറയുമ്പോൾ ആൾക്കാർക്ക് മനസ്സിലാവാൻ പ്രയാസമുള്ള ഒരു വിഷയമല്ലേ? ഇത് നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമായിരുന്നില്ല, ഇപ്പോഴാണ്. ഞങ്ങൾ താങ്കളെക്കാളും ഒരു തലമുറ മുമ്പുള്ളവരാണ് ഞാൻ. ഞങ്ങളുടെ കുട്ടിക്കാലത്ത് പോലും ഇങ്ങനെ ആയിരുന്നില്ല. മരണം നടക്കും, വീടുകളിലെല്ലാം അവിടെ കിടന്ന ആളുകൾ മരിക്കുന്നു. അവിടെ എല്ലാവരും ഉണ്ട്, കുട്ടികളെയൊന്നും പറഞ്ഞു വിടുന്നില്ല. ജോയിൻറ്റ് ഫാമിലീസും ആയിരുന്നു. അപ്പോൾ എല്ലാവരും കൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു കാര്യമായിരുന്നു മരണം. അപ്പോൾ ഈ 2 തലമുറ കൊണ്ടാണ് അതൊരു സ്ട്രേഞ്ചറായത്. അതിൻ്റെ ഒരു വ്യത്യാസം പോസിബിളി നമ്മൾ ന്യൂക്ലിയർ അണുകുടുംബങ്ങളായതുകൊണ്ടുമായിരിക്കും മരണം അൺഫെമിലിയർ ആയത്. ഈ കൾച്ചറലി പറഞ്ഞില്ലേ, ജൈനിസത്തിൽ സന്താര, സല്ലേഖന എന്നൊക്കെ പറയുന്ന പല സെക്ടറിൻ്റെ എൻ്റെ ജീവിതം പൂർണ്ണമായി, മൈ ലൈഫ് ഇസ് കംപ്ലീറ്റ്, ഇനി പോകാൻ സമയമായി എന്ന് പറയുമ്പോൾ ജൈനിസത്തിലാണെങ്കിൽ എൽഡേഴ്സിൻ്റെ പെർമിഷനോടുകൂടി സാവകാശം ഓരോ ഭക്ഷണമായിട്ട് ഉപേക്ഷിക്കുന്നു. അത് കുറച്ച് കാലം, അപ്പോൾ അത് അല്ലെങ്കിൽ വിശപ്പ് സഹിക്കാൻ പറ്റില്ല, ഓരോ ഐറ്റം ആഴ്ചയിൽ ഒന്നെന്ന് വെച്ചോളൂ. ഗ്രാജ്വലി ഒന്നും കഴിക്കാതെ മരണം മരിക്കുന്നു. ഹിന്ദുയിസത്തിൽ പ്രായോപവേഷം എന്ന് പറയുക ഏതാണ്ട് ഇതുപോലെ. അറിയുന്നുണ്ടാവും, താങ്കളുടെ ഒരു തലമുറയ്ക്ക് മുമ്പുള്ള ആളുകൾ മരിക്കാൻ കാശിയിൽ പോകുമായിരുന്നു. ഇതൊക്കെ നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗം തന്നെയായിരുന്നു മരണം. പക്ഷെ ഇപ്പോൾ ഒരു സ്ട്രേഞ്ചറായി. പാശ്ചാത്യ രാജ്യങ്ങളിൽ കുറച്ചുകൂടി നേരത്തെ സ്ട്രേഞ്ചറായി, കാരണം അവിടെ നേരത്തെ ഫാമിലീസ് ന്യൂക്ലിയറായി. ഇത് ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമായിരുന്നു, ഇപ്പോഴല്ലാതെ മാറി. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ മരണം എന്ന് കേട്ടാൽ എന്തോ ഭയക്കേണ്ട ഒരു സാധനം മാത്രമായി മാറി. അത് ശരിയാണ്. അപ്പോൾ അതിനെന്ത് ചെയ്യണം? മരണത്തിനെ പറ്റി കൂടുതൽ സംസാരിക്കുക എന്നുള്ളത് നിവർത്തിയുള്ളൂ. താങ്ക് യു, ഇങ്ങനെയൊന്നും ചെയ്ത് അതിനെ പുറത്തു കൊണ്ടുവരുന്നതിന്. കമ്മ്യൂണിറ്റി ബേസ്ഡ് പാലിയേറ്റീവ് കെയർ രംഗത്ത് കേരളത്തിന്റെ മോഡൽ ഒരുപാട് ശ്ലാഘിക്കപ്പെടുന്ന ഒന്നാണ്. മറ്റ് സംസ്ഥാനങ്ങളുമായിട്ട് തട്ടിച്ചു നോക്കുമ്പം കേരളത്തിന്റെ അവസ്ഥ എന്താണ്? കേരളം എന്തുകൊണ്ടാണ് പാലിയേറ്റീവ് രംഗത്ത് മറ്റുള്ള സംസ്ഥാനങ്ങളെക്കാൾ മികച്ചു നിൽക്കുന്നത്? ഒറ്റൊരെണ്ണം ആയിരിക്കില്ല ചിലപ്പോൾ. വളരെ എക്സ്പെൻസീവ് അല്ലാതെ നാട്ടുകാരുടെ പങ്കാളിത്തത്തോടുകൂടി ചെയ്തു തുടങ്ങിയ ഒരു കാര്യമായതുകൊണ്ട് ഇവിടെ കൂടുതൽ പറഞ്ഞു എന്നുള്ള ഒരു കാര്യം. അതിവിടെയാണ്, കേരളത്തിലാണ് പിറവിയെടുത്തത്, കോഴിക്കോട് നിന്നാണ് പിറവിയെടുത്തത്. അത് വിസിബിളായിട്ടുള്ള സ്ഥലത്ത് കൂടുതൽ പടർന്നു എന്നുള്ളതും ഒരു ഫാക്റ്റ്. ആദ്യത്തെ ഒരു 10-15 വർഷത്തിൽ വളർച്ച മുഴുവൻ ആ നോർത്തേൺ 6-7 ജില്ലകളിലായിരുന്നു. അത് കഴിഞ്ഞാണ് ഇപ്പം ഞങ്ങൾ തിരുവനന്തപുരത്ത് കേന്ദ്രീകരിച്ചൊരു പ്രവർത്തനം തുടങ്ങുമ്പോൾ പരിസരത്തൊക്കെ കുറച്ചുകൂടെ സ്പ്രെഡ് ചെയ്യുന്നു. അത് അത്രയും പുറത്തു വരാത്തതിൻ്റെ ഒരു കാര്യം ഞാൻ പറയുകയാണ്. അതൊരു കാര്യം മാത്രം. നമ്മുടെ വിദ്യാഭ്യാസം സ്റ്റാൻഡേർഡ് കൂടുതലാണ് കേരളത്തിൽ എന്നുള്ളത് വലിയൊരു കാര്യം. ഇവിടെ പേപ്പർ വഴിയൊക്കെ നമുക്ക് ആളുകളെ റീച്ച് ചെയ്യാൻ പറ്റും. ഒരു ന്യൂസ് പേപ്പർ ആർട്ടിക്കിൾസൊക്കെ അന്നത്തെ ജേർണലിസ്റ്റൊക്കെ എഴുതിയത് വലിയ ഇമ്പാക്റ്റ് ആയിരുന്നു, പോസിറ്റീവ് ഇമ്പാക്റ്റ് ആയിരുന്നു. സാധാരണക്കാർ പേപ്പർ വായിക്കും എന്നുള്ളതൊരു കാര്യം. പിന്നെ ജനറലി ഒരു ആളുകളുടെ അവയർനെസ്, ഇതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കാനുള്ള കഴിവ് ഒക്കെ ഇവിടെ കൂടുതലായിരുന്നു എന്ന് തോന്നുന്നു. പക്ഷേ കേരളത്തിൽ മാത്രമേ നടക്കുകയുള്ളൂ എന്നുള്ള ഒരു ഇംപ്ലിക്കേഷൻ അതിൽ വരാൻ സാധ്യതയുള്ളതെന്ന് എടുത്ത് പറയുക. അങ്ങനെയൊന്നുമല്ല. ഇതിനേക്കാളും എഡ്യൂക്കേഷൻ സ്റ്റാൻഡേർഡിലും പോവേർട്ടിയിലും നമ്മളെക്കാളും ബുദ്ധിമുട്ടിൽ നിൽക്കുന്ന ലക്ഷദ്വീപിൽ എത്ര ഭംഗിയായിട്ട് അവർ ചെയ്യുന്നത്. ജോഗ്രാഫിക്കലായിട്ട് ഒരുപാട് പ്രോബ്ലം, പക്ഷെ 4 ഐലൻഡിൽ അവർ നടത്തുന്നുണ്ട്, സമൂഹം തന്നെ നടത്തുന്നുണ്ട്. കേരളത്തിൽ ഇപ്പം ചോദിക്കുകയാണെങ്കിൽ 100-ൽ എത്ര രോഗികൾക്ക് അല്ലെങ്കിൽ രോഗികളുടെ ബന്ധുക്കൾക്ക് ടെർമിനലായി ഇനി പാലിയേറ്റീവ് വേണം എന്നുള്ള തോന്നലുണ്ടാവുന്നുണ്ട്? ഇനി അങ്ങനെ തോന്നുന്ന 100-ൽ എത്ര പേർക്ക് അത് കിട്ടുന്നുണ്ട്? പല രീതിയിൽ കണക്ക്, സ്റ്റാറ്റിസ്റ്റിക്സ് അങ്ങനെയാണല്ലോ, നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ പറയാമല്ലോ. അപ്പോൾ ഒഫീഷ്യൽ കണക്കുകൾ 60% എന്നൊക്കെ പറയുന്നു, ചിലപ്പോൾ കൂടുതലും കാണും. അവിടെ ഒരു ചോദ്യമുണ്ട്. എനിക്ക് ഒരു 1.5 വർഷം നീണ്ടു നിൽക്കുന്ന ഒരു രോഗമാണെങ്കിൽ
അവസാനത്തെ 2 ആഴ്ചയിൽ എനിക്ക് പാലിയേറ്റീവ് കെയർ കിട്ടിയാൽ ഞാൻ കിട്ടിയവരുടെ കണക്കിലേ വരുള്ളൂ. അപ്പോൾ ഇതിൻ്റെ കണക്ക് ശരിക്കെടുക്കുക, എന്താണ് കിട്ടുന്നതെന്നുള്ളതും അതിൻ്റെ ക്വാളിറ്റി എന്തെന്നുള്ളതും വേറൊരു കാര്യം. അത്ര അഹങ്കരിക്കാനൊന്നും ഇല്ല കേരളത്തിലെന്ന് എനിക്ക് തോന്നലുണ്ട്. അതായത് ഒരു കണക്കെടുക്കാൻ പറ്റുന്നത് പാലിയേറ്റീവ് കെയർ കിട്ടുന്നതിന് കണക്കിലെടുക്കാൻ വിഷമമാണ്, പക്ഷെ വേദന മാറ്റുന്നതിന് കണക്കിലെടുക്കാൻ പറ്റും. വേദന മാറ്റുന്ന കാര്യത്തിൽ കേരളത്തിലെ സ്ഥിതി ഒരു ഐഡിയൽ എന്ന് നമ്മൾ വിചാരിക്കുന്ന ഒരു യൂറോപ്യൻ കൺട്രി, അമേരിക്ക അല്ല കേട്ടോ, അത് ഐഡിയൽ അല്ല, യൂറോപ്യൻ കൺട്രിയുമായിട്ട് നോക്കിയാൽ ഏതാണ്ട് 100-1 ഉള്ളൂ. ഇത് പറയുമ്പോൾ പലർക്കും ദേഷ്യം തോന്നാൻ സാധ്യതയുണ്ട്, പക്ഷെ അതാണ് വസ്തുത. പക്ഷെ അത് എത്ര കാലം കിട്ടുന്നു, എത്രത്തോളം സമയം, ദുരിതത്തിൻ്റെ എത്രത്തോളം ഭാഗത്തുകളിൽ അത് അവൈലബിൾ ആണെന്നുള്ളതൊക്കെ നോക്കിയിട്ട് അതിൻ്റെ ക്വാളിറ്റി നോക്കിയിട്ടാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് 60% എന്നും വേണമെങ്കിലും പറയാം, 5 to 10% എന്ന് വേണമെങ്കിലും പറയാം, ക്വാളിറ്റി നോക്കിയിട്ട്. അപ്പോൾ അത് പക്ഷെ എന്തിനാ, വേറൊരു കാര്യം പറയണമല്ലോ, ഭാരതത്തിലാകപ്പാടുള്ള നാഷണൽ ആവറേജ് നോക്കിയാൽ അതിൻ്റെ 15 ഇരട്ടിയെങ്കിലും ഉണ്ട് കേരളത്തിൽ. അത് അഭിമാനിക്കാനുള്ള കാര്യമാണ്. ഈ ടെർമിനൽ ആയിട്ടുള്ള രോഗങ്ങൾ ബാധിച്ച് കിടക്കുന്ന രോഗികൾക്ക് അസഹ്യമായിട്ടുള്ള വേദന ഉണ്ടാകുമ്പോൾ അതിനെ ശമിപ്പിക്കാൻ വേണ്ടി മോർഫിൻ കൊടുക്കാറാണ് പതിവ്. അത് കിട്ടാൻ പണ്ട് വളരെ ബുദ്ധിമുട്ടായിരുന്നു. പിന്നീട് ഡോക്ടർ കൂടിയൊക്കെ ഇടപെട്ടിട്ടാണ് 2014 NDPS ആക്ടൊക്കെ ഒന്ന് അമെൻഡ് ചെയ്യുന്നത്. അതിനുശേഷം ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എന്നാലും ഇപ്പോഴും മോർഫിൻ കിട്ടാൻ പാട് തന്നെയാണ് പലപ്പോഴും. അതെന്തുകൊണ്ടാണ്? ഇപ്പോൾ പ്രശ്നമാണ് അത്. കാരണം ഇത് ഒന്ന്, ഈ പാലിയേറ്റീവ് കെയർ എന്ന് പറഞ്ഞാൽ വേദന മാറ്റുന്നതിൻ്റെ ഒരു ഭാഗം മാത്രമേ ആവുന്നുള്ളേ. പക്ഷെ വേദനയുള്ളവന് ഇത് വേദന മാറ്റാതെ നമുക്ക് സൈക്കോളജിക്കൽ സപ്പോർട്ടോ സോഷ്യലോ ഒന്നും കൊടുക്കാൻ നോക്കില്ല. കാരണം മനസ്സിൽ വേറെ ഒന്നും ഉണ്ടാവില്ല, ബന്ധുക്കൾ പോലും ഉണ്ടാവില്ല. ആ വേദന ഓൾ കൺസ്യൂമിങ് ആവും. അപ്പോൾ ഇത് നാഷണൽ ലെവൽ നോക്കിയാൽ ഇത് ഇംപ്ലിമെൻ്റ് ചെയ്യേണ്ടത് സംസ്ഥാന സർക്കാരും അവിടുത്തെ ഡ്രഗ്സ് കൺട്രോളറും. പുതിയ നിയമം 2014 നിയമം ഇംപ്ലിമെൻ്റ് ചെയ്യണമെങ്കിൽ അവിടുത്തെ ഡ്രഗ്സ് കൺട്രോളർ വേണം. അതൊക്കെ നോക്കി ഇംപ്ലിമെൻ്റ് ചെയ്യാതിരിക്കാനല്ലേ എളുപ്പം. അതൊക്കെ അങ്ങ് പഴയതുപോലെ അങ്ങ് നടന്നു പോകും. അപ്പം അത് ഈ നമ്മളുടെ ഒരു ജോലിയാണ്, സംസ്ഥാനം തോറും നടന്ന് ഇതിനെ ഇംപ്ലിമെൻ്റ് ചെയ്യിക്കൽ. അതൊരു കാര്യം. കേരളത്തിലെ കാര്യമാണെങ്കിൽ കഷ്ടമാണ്, മെച്ചപ്പെട്ടു വരികയാണ്. പക്ഷേ ഇപ്പോഴ് ഒരു പ്രശ്നം, ഇപ്പോൾ എല്ലാ പഞ്ചായത്തിലും ഒരു നേഴ്സുണ്ട് പാലിയേറ്റീവ് കെയർ. ഈ നഴ്സിന് പോകുമ്പോൾ അറിയാം, അയ്യോ പാവം ഇങ്ങനെ കിടന്നരയിക്കുന്നു മോർഫിൻ കിട്ടിയവൻ. അതിന് അവിടുത്തെ പ്രൈമറി ഹെൽത്ത് സെൻ്ററിൽ അതിന് പരിശീലനം കിട്ടിയ ഒരു ഡോക്ടർ ഇല്ലെങ്കിൽ താലൂക്ക് ആശുപത്രി കൊണ്ടുപോകാൻ പറയും. ഈ കിടക്കുന്ന മനുഷ്യന് അവിടെ ബാക്കി ഒന്നും കാണില്ല. ആശുപത്രി ചികിത്സ കഴിഞ്ഞ് ഭക്ഷണം പോലും ഇല്ലാത്ത കുടുംബമായിരിക്കും. താലൂക്ക് ആശുപത്രി വരെ കൊണ്ടുപോകലൊന്നും നടക്കില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ അവരവിടെ കിടന്ന് നരകിക്കും. അപ്പോൾ ഏറ്റവും ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ കേരളത്തിൽ നടന്നിട്ടുണ്ട്, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. ഈയിടെ പേപ്പറിലൊക്കെ വായിച്ചാണ് പാലിയേറ്റീവ് കെയർ ഗ്രിഡൊക്കെ ഫോം ചെയ്യുന്നു. സർക്കാർ സംവിധാനവും നോൺ ഗവൺമെൻറ്റൽ സംവിധാനം ഒന്നിച്ച് പ്രവർത്തിക്കുന്നു. ആ പ്രവർത്തനം വന്നാൽ കുറച്ച് വ്യത്യാസപ്പെടും. കാരണം ഇപ്പോഴ് ആ നഴ്സിന് ഒരു നോൺ ഗവൺമെൻറ് ഓർഗനൈസേഷനിലെ ഡോക്ടറെ ബന്ധപ്പെടാൻ പറ്റില്ല. പക്ഷേ ഇത് വന്നു കഴിഞ്ഞാൽ അത് നടക്കണം. അപ്പോൾ ഇത് പ്രവർത്തനത്തിൽ വന്നാൽ സന്നദ്ധ സംഘടനകളിലെ ആക്ടിവിറ്റി കാരണം കുറച്ച് മെച്ചപ്പെടും. പക്ഷേ ഏറ്റവും പ്രധാനം, നയത്തിൽ പ്ലാൻ ചെയ്തതുപോലെ മെജോറിറ്റി ഡോക്ടർമാരുടെ പാലിയേറ്റീവ് കെയർ ട്രെയിനിങ് നടത്തണം. എല്ലാ പ്രൈമറി ഹെൽത്ത് സെൻ്ററിലെയും ഒരു ഡോക്ടർക്കെങ്കിലും പാലിയേറ്റീവ് കെയർ പരിശീലനം കിട്ടിയിരിക്കണം. അതത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല, വേണമെന്ന് വിചാരിച്ചാൽ നടക്കുന്ന കാര്യമുള്ളൂ, വലിയ ചിലവൊന്നുമില്ലാതെ. പക്ഷെ ഇനിയൊരു കാര്യവും കൂടെ ഉണ്ട്, അതും നടക്കാൻ എളുപ്പമാണ്. എല്ലാ മെഡിക്കൽ കോളേജുകളിലും പാലിയേറ്റീവ് കെയർ ഉണ്ടാവണം. വേണ്ടേ? ഇത് പഞ്ചായത്തിലുണ്ട്, മെഡിക്കൽ കോളേജിലില്ല. അതെങ്ങനെയാണ് ന്യായീകരിക്കാൻ നോക്കുക? മിക്കവാറും എല്ലാ മെഡിക്കൽ കോളേജിലും ഈ കാര്യത്തിൽ ട്രെയിനിങ്, സ്വന്തം താല്പര്യമെടുത്ത് ട്രെയിനിങ് ചെയ്ത ഡോക്ടർമാരുണ്ട്. അവരുടെ കുറച്ച് സമയവും അവിടുത്തെ ട്രെയിനിങ് ഉള്ള നഴ്സിൻ്റെ സമയവും കുറച്ചൊന്ന് ഫ്രീ അപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റില്ലേ? എല്ലാ മെഡിക്കൽ കോളേജുകളിലും തിരക്കാണ്, ഭയങ്കര തിരക്കാണ്, എനിക്കറിയാം. എന്നാലും ഒരു ശ്രമം ഉണ്ടായാൽ ഒരു ഹാഫ് ഡേ വീക്ക് ഒരു തുടക്കമായില്ലേ? അത്രയുമൊക്കെ ചെയ്യാൻ പറ്റും. മലയാളികളുടെ ഒരു സാമൂഹിക ബോധത്തിന്റെ ഭാഗമാണ് വീട്ടിൽ കിടന്ന് മരിക്കുക എന്നുള്ളത്.
അപ്പോൾ ഈ പാലിയേറ്റീവ് കെയർ ആവശ്യമുള്ള രോഗികൾ പലരും ഡീസെൻട്രലൈസ്ഡ് ആയിട്ട് അവരവരുടെ വീടുകളിലാണ് കിടക്കുന്നുണ്ടാവുക. ഇത് പാലിയേറ്റീവ് കെയർ സിസ്റ്റത്തിന്റെ എഫിഷ്യൻസിയെ എത്രത്തോളം ബാധിക്കുന്നുണ്ട്? അതിനെങ്ങനെ മറികടക്കാൻ പറ്റും? പാലിയേറ്റീവ് കെയർ പ്രവർത്തകർ മാത്രം ശ്രമിച്ചാൽ പോരാ, താങ്കൾ ചെയ്യുന്ന കാര്യം വേണം. ആളുകൾ ഇതിനെപ്പറ്റി അവെയറാവണം. എന്നുവെച്ചാൽ ഇതൊക്കെ കേട്ടിട്ടുണ്ട്. ഒന്ന്, ഇപ്പോൾ സന്നദ്ധ സംഘടനകൾ സൗജന്യമായിട്ടാണ് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ വില കുറവാണ്. അത് മറ്റേ പാവങ്ങൾക്ക് സൗജന്യമായിട്ട് കൊടുക്കുന്ന ഒരു സാധനം എന്ന് ഡിസ്മിസീവാണ്. അതേസമയം വലിയ ആശുപത്രികളിൽ പോകും. ആശുപത്രികളിൽ ഒന്നുകിൽ പാലിയേറ്റീവ് കെയർ ഉണ്ടാവില്ല, ഉള്ളിടത്ത് ആവശ്യത്തിനുണ്ടാവില്ല. അതൊരു ദയനീയമായ പരമാർത്ഥമാണ്. അപ്പോൾ നമ്മുടെ കേരളത്തിലും മെജോറിറ്റി ആൾക്കാരും 2/3 ആൾക്കാരും പ്രൈവറ്റ് സമ്പ്രദായത്തിലാണ് ചികിത്സ. അവിടെ അങ്ങ് കിട്ടിയില്ലെങ്കിൽ പിന്നെ എങ്ങനെ നടക്കും? അതൊരു വലിയ പ്രശ്നം. അപ്പോൾ അങ്ങനെ പഠിച്ചിട്ടുള്ള ഡോക്ടർമാരും നഴ്സുമാരും അവിടെ ഇല്ലെങ്കിൽ അവർ വീണ്ടും കുറച്ച് രോഗത്തിന് മാത്രം ചികിത്സിക്കും, അവസാനം ICU യൂണിറ്റിൽ കിടക്കും. അപ്പോൾ പാലിയേറ്റീവ് കെയർ നേരത്തെ കിട്ടിയാൽ ബന്ധുക്കൾക്കും ഉണ്ടല്ലോ പ്രശ്നം, അവർക്കിത് സ്വീകരിക്കാൻ സാധിക്കണ്ടേ? എൻ്റെ അമ്മ മരിക്കാൻ പോവുകയാണ് എന്നുള്ളത് മനസ്സുകൊണ്ട് സ്വീകരിക്കാൻ വയ്യാത്ത മകനോ മകളോ ഡോക്ടറെ എന്തെങ്കിലും ചെയ്യണം ഡോക്ടറെ എന്നല്ലേ പറയൂ. ആവശ്യമില്ലാത്ത ചികിത്സ അടിച്ചേൽപ്പിക്കും. അപ്പോൾ ഇതെല്ലാം പബ്ലിക് അവയർനെസ്, ആ ഒരു രോഗത്തിനെ പറ്റിയും മരണത്തിനെ പറ്റിയും ഒരു സാക്ഷരത കൂടുതലുണ്ടാവണം. ഞാനിപ്പോൾ മരിക്കാൻ പോകുന്ന പേഷ്യൻ്റാണ്, എനിക്ക് മരണഭയം ഉണ്ട് എങ്കിൽ ആസ് എ പാലിയേറ്റീവ് കെയർ പ്രൊഫഷണൽ എങ്ങനെയായിരിക്കും എന്നോട് സംസാരിക്കാം? ഏറ്റവും ഐഡിയലായിട്ടുള്ളത് നേരത്തെ സംഭാഷണം തുടങ്ങണം. ഒന്ന്, ഈ പ്രോഗ്രാം ചെയ്യുന്നത് പോലെ തന്നെ ആളുകൾ കൂടുതൽ എൻ്റെ ജീവിതത്തിൻ്റെ അവസാനം മരണമാണ് എന്ന് ഈ ചെറുപ്പക്കാരെ ഈ പ്രായത്തിൽ ചിന്തിക്കാൻ വിഷമമായിരിക്കും, പക്ഷെ ചിന്തിക്കാൻ തയ്യാറാവണം. എന്നെങ്കിലും ഞാനും പോവും, ഞാൻ സ്നേഹിക്കുന്നവരും പോവും. ഇതൊരു റിയാലിറ്റി അല്ലേ? ഇത് സ്വീകരിച്ചു കഴിഞ്ഞാൽ തന്നെ ഒരു സ്റ്റെപ്പായി. പിന്നെ വേദന എന്നുള്ളത് ഒഫീഷ്യലായിട്ട് ഇന്റർനാഷണൽ അസോസിയേഷൻ ഫോർ സ്റ്റഡി ഓഫ് പെയിനിൻ്റെ ഡെഫിനിഷനാണ് ലോകം മുഴുവൻ സാധാരണ പിന്തുടരുന്നത്. അതിൻ്റെ നിർവചനം അനുസരിച്ച് തന്നെ വേദന ശാരീരികം മാത്രമല്ല മാനസികവും സാമൂഹികവും കൂടെയാണ് എന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ട്. പെയിൻ ഇസ് നോട്ട് ഓൺലി എ സെൻസേഷൻ, ഇറ്റ്സ് ഓൾസോ ആൻ എമോഷണൽ എക്സ്പീരിയൻസ്. ഈ എമോഷനെ എഫക്റ്റ് ചെയ്യുന്നത് സോഷ്യലും സ്പിരിച്വലും ഫാക്ടേഴ്സുമാവും. അപ്പോൾ ഈ ഫാക്ടേഴ്സ് എല്ലാം ചേർന്നുള്ള വേദനയാണ് കുറയ്ക്കേണ്ടതെങ്കിൽ എൻ്റെ എമോഷൻസിനെ ഞാൻ നേരത്തെ ഡീൽ ചെയ്യണം. ഞാനീ പറഞ്ഞതുപോലെ ജീവിതത്തിൻ്റെ അവസാനം രോഗവും മരണവും ആകാം, രോഗം കൊണ്ടും ആവാം. പെട്ടെന്നുള്ള മരണം ഒരു 10%, 15% കൂടിപ്പോയ ആളുകൾക്ക് കിട്ടും. അപ്പോൾ ബാക്കിയുള്ളവർക്കെല്ലാം രോഗമാവാം എന്നുള്ളത് നമ്മൾ മനസ്സുകൊണ്ട് നമ്മൾ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെപ്പറ്റി സംസാരിക്കാനും ഒക്കെ പേടി കുറയും. ഒന്ന്, അവിടുന്ന് തുടങ്ങുന്നു. 2, രോഗി വരുമ്പോൾ ഒരു തുറന്ന സംസാരത്തിന് അവസരം ഉണ്ടാക്കണം. ഇതൊക്കെ നടക്കുമോ? ഇപ്പം ഒരു കാനഡക്കാരൻ ഡോക്ടർ എഴുതിയപ്പോൾ, അതൊരു ആർട്ടിക്കിൾ എഴുതിയപ്പോൾ അദ്ദേഹം പറഞ്ഞിരുന്നു, നമ്മുടെ തിരുവനന്തപുരം RCCയിൽ അവരുടെ നാട്ടിൽ കാണുന്നതിൻ്റെ എത്രയോ 4 ഇരട്ടിയോ മറ്റോ രോഗികളെ ഒരു ഡോക്ടർ ഒരു ദിവസം കാണുന്നുണ്ട്. ഇതിനിടയ്ക്ക് ഇതിനൊക്കെ സമയമുണ്ടോ എന്ന് ചോദിച്ചാൽ, കുറച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് കുറഞ്ഞ സമയത്തിൽ പലതും ചെയ്യാൻ പറ്റും. പക്ഷെ ഡോക്ടർ തന്നെ ചെയ്യണമെന്നില്ല. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, സൈക്കോ ഓങ്കോളജിസ്റ്റ്, അത് ഡീൽ ചെയ്യാൻ നേഴ്സസോ ഒരു സൈക്കോളജിസ്റ്റോ സോഷ്യൽ വർക്കറോ ഇതൊക്കെ സംസാരിക്കാൻ കുറച്ച് പരിചയസമ്പന്നനോ സമ്പന്നയായിട്ടുണ്ടെങ്കിൽ കുറേ അധികം കാര്യങ്ങൾ ചെയ്യാനൊക്കും. അതൊന്നും അത്ര എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യമല്ല, വേണമെന്ന് വെച്ചാൽ നടക്കുന്നതേ ഉള്ളൂ. വേദന എന്ന് പറഞ്ഞാൽ മാനസികവും സാമൂഹികവും ആയതുകൊണ്ട് തന്നെ വേദനയെ ഞാൻ പണ്ട് ചെയ്ത പോലെ സൂചി വെച്ച് ഞരമ്പ് ധരിപ്പിച്ചതുകൊണ്ട് മാത്രം മാറ്റാൻ പറ്റില്ല. അതാണ് ആത്മഹത്യ ചെയ്ത കോളേജ് പ്രൊഫസർ എന്നെ പഠിപ്പിച്ചത്. അതങ്ങനെ തന്നെയാണ്. ഒരു രോഗി മുന്നിലിരിക്കുകയാണ്, അയ്യോ ഡോക്ടറെ എനിക്ക് വേദനിക്കുന്നു എന്നുള്ളൊരു പ്രശ്നം, അയ്യോ ഡോക്ടറെ ഞാൻ മരിച്ചു പോകും എന്നുള്ള അടുത്ത പ്രശ്നം. അപ്പോൾ ഒരു പാലിയേറ്റീവ് കെയർ പ്രൊഫഷണൽ എന്ന നിലയ്ക്ക് എന്താണ് പറയാൻ പറ്റുക? അപ്പോൾ ആദ്യത്തത് ഭയങ്കര വേദന, സാരമില്ല പോട്ടെ എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അതിന് പകരം വേദനയാണല്ലേ, നമുക്ക് വേണ്ട ചെയ്യാം. വേദന മാറ്റുന്നത് ഞങ്ങളുടെ ഒരു ജോലിയായിട്ട് ഞങ്ങൾ എടുത്തിരിക്കുക, തീർച്ചയായിട്ടും വേണ്ട ചെയ്യാം എന്ന് പറയാൻ എനിക്ക് എത്ര സമയം വേണം? ഐ കെയർ ഫോർ യു എന്നുള്ള സന്ദേശം എൻ്റെ കണ്ണുകൊണ്ടോ വേണ്ടി വന്നാൽ കയ്യിൽ വയ്ക്കുന്ന ഒരു കൈ കൊണ്ടോ
ഒരു വാക്കിൽ കൂടിയോ കൺവേ ചെയ്താൽ തന്നെ അദ്ദേഹത്തിൻ്റെ ആങ്സൈറ്റി കുറയും. മരണമാണ് ഭയം. ഡോക്ടറെ, ഞാൻ മരിക്കാൻ പോവുകയാണോ എന്ന് ചോദിച്ചാൽ ഒളിച്ചോടാൻ പാടില്ല. ഇപ്പം ഞങ്ങൾ പഠിച്ചിട്ടില്ലായിരുന്നപ്പോൾ ഞങ്ങൾ അതാ ചെയ്തിരുന്നേ. ഇതൊന്നും സാരമില്ലെന്നേ, പോട്ടെ എന്ന് പറയാൻ എളുപ്പമാണ്. പക്ഷെ അവിടെ അതിനെ ഫേസ് ചെയ്യേണ്ടി വരും. അവിടെ ഇരുന്ന് അതെന്താ മരണത്തിനെ പറ്റി ചോദിച്ചേ, ഇപ്പോൾ അത് മരിക്കാൻ പോവുകയാണെന്നൊരു ഭയം അവിടെ കിടപ്പുണ്ടോ എന്നൊരു ചോദ്യത്തിൽ തുടങ്ങും. അങ്ങനെ തോന്നൽ വന്നപ്പോൾ ഭയമുണ്ടല്ലേ. എന്തിനെയാണ് ഭയം? മരിച്ചു പോകും, ഇനി നമ്മൾ ഈ ലോകത്തില്ല എന്നുള്ള ഭയമാണോ, അതോ ആ സമയത്ത് ബുദ്ധിമുട്ടുണ്ടാകും എന്നുള്ള ഭയമാണോ? ഞാൻ അപ്പം കയറി ഒന്നും പറയുന്നില്ല, പക്ഷെ ഉള്ളിലുള്ള ഭയം മുഴുവൻ ഞാൻ പുറത്തു കൊണ്ടുവരുന്ന കാര്യം മനസ്സിലാക്കുന്നു. അത് അയ്യോ, ഞാൻ കുറേ നാളായിട്ട് വിചാരിക്കുന്നു, എനിക്ക് ബില്ല് എനിക്ക് എഴുതിയേ പറ്റൂ, എനിക്കതിന് സമയം കിട്ടണം എന്നുള്ളതുപോലെ മെറ്റീരിയലായിട്ടുള്ള കാര്യമായിരിക്കാം. അപ്പോൾ അതിനെ ഫെസിലിറ്റേറ്റ് ചെയ്യേണ്ടത് നമ്മുടെ പണിയാണ്. അതായത് അവിടെ നമുക്ക് ആദ്യം രോഗത്തിനെ ചികിത്സിക്കാം, മറ്റേതൊക്കെ പിന്നെ എന്ന് പറഞ്ഞ് മാറ്റുകയല്ല വേണ്ടത്. അതൊരു പ്രധാനമായ കാര്യമാണ് അദ്ദേഹത്തിന്. അപ്പോൾ എനിക്ക് എൻ്റെ മോനെ കാണണം എന്നാണ് പറയുന്നതെങ്കിൽ അത് നടപ്പുള്ള കാര്യമാണെങ്കിൽ അത് ഫെസിലിറ്റേറ്റ് ചെയ്യാം. അപ്പോൾ അതല്ല, ഞാനെങ്ങനെയാണ് മരിക്കുന്നത്, എനിക്ക് ഇത്രയും പ്രായമല്ലേ ഉള്ളൂ, അങ്ങനെയാണ് വിഷമമെങ്കിൽ അവരുടെ കൂടെ ഇരുന്ന് അവരെ കൊണ്ട് ജീവിത കഥ പറയിക്കും ഞങ്ങൾ. വേദന കുറച്ചാലേ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഒരാൾ പറഞ്ഞത് ഇതാണ്, ഞാൻ ഇത്രയും കാലം ഒന്നും ശ്രദ്ധിക്കാതെ ജോലി ചെയ്യായിരുന്നു, ഇപ്പോഴിതാ റിട്ടയർ ചെയ്തു, സമാധാനമായിട്ട് ജീവിക്കാമെന്ന് വിചാരിച്ച് വന്നു, വീട് വെച്ചു, പാല് കായ്ച്ച് കഴിഞ്ഞ മാസമായിരുന്നു, ഇപ്പം പറയുന്നത് ഞാൻ മരിക്കാൻ പോവുകയാണെന്ന്. എനിക്ക് അല്പം ജീവിക്കാൻ സമയം വേണ്ടേ? ഇത് നമുക്ക് എളുപ്പത്തിൽ പരിഹരിക്കാൻ പറ്റുന്നതല്ല. അവിടെ ഇരുന്ന രോഗിയുടെ കൂടെ അയാളുടെ കഥ കേൾക്കുകയും അദ്ദേഹത്തിന് ജീവിതം റിവ്യൂ ചെയ്യാൻ അവസരം കൊടുക്കുകയും ചെയ്ത അവസാനം കുറേ കോൺവെർസേഷന് ശേഷം എന്ത് ചെയ്യാനാ, അങ്ങനെയാണെങ്കിൽ അങ്ങനെ എന്നുള്ള സ്ഥിതിയിലേക്ക് മനസ്സ് വരുമ്പോൾ ഉള്ള ജീവിതത്തിലേക്ക് ആകുന്നതും ജീവിതം നിറയ്ക്കാൻ നോക്കുക. ജീവിതത്തിലേക്ക് ജീവിതം നിറയ്ക്കാൻ നോക്കുക എന്ന് വെച്ചാൽ ആ സമയം, അപ്പോൾ പരിമിതമായ സമയമാണ്, അത് ഒരുപാട് വിഷമമുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ ഈ ഉള്ള സമയങ്ങൾ ഞങ്ങളാകുന്നതും വേദനയും ബുദ്ധിമുട്ട് മാറ്റാം. ഉള്ള സമയം കൊണ്ട് എന്ത് ചെയ്യണമെന്നാണ് ആഗ്രഹം. ഞാൻ ഭാര്യയെ ഒരു ടൂറിന് കൊണ്ടുപോകാമെന്ന് പറഞ്ഞിരുന്നു. അത് പറ്റുമോ എന്ന് പറഞ്ഞാൽ ഇവർ വിചാരിച്ച സിംഗപ്പൂർ യാത്ര ചിലപ്പോൾ പറ്റില്ലായിരിക്കും. പക്ഷേ കുറഞ്ഞ പക്ഷം കോളം കടപ്പുറത്ത് ഒരു റിസോർട്ടിൽ പോകാൻ പറ്റിയേക്കും. അത് ഫെസിലിറ്റേറ്റ് ചെയ്യേണ്ടതും നമ്മളുടെ അർത്ഥമാണ്. അതായത് ജീവിക്കാൻ ആഗ്രഹം, മരിക്കാൻ പേടി. അവിടെ പക്ഷേ അവരുടെ കൂടെ നമ്മൾ നിൽക്കുമ്പോൾ, അവരുടെ ഒരു കൈ കൊടുക്കുമ്പോൾ അവർ മരണത്തിനൊരു അല്പം കൂടെ സ്വീകരിക്കാൻ ആവണം അധികം പേര്. എല്ലാവർക്കും പറ്റിയെന്ന് വരില്ല, പക്ഷെ അധികം പേർക്കും പറ്റും. അപ്പോൾ റിയലിസ്റ്റിക് ആയിട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് അവസരം കൊടുക്കുന്നു. ഇപ്പം മുതിർന്നവരിൽ ഇത് കുറേ കൂടി എളുപ്പമാണ്. ഇപ്പം ഞാൻ ചോദിക്കുന്ന കുട്ടികളുടെ പാലിയേറ്റീവിനെ കുറിച്ച് കൂടിയാണ്. ജീവിച്ചു തുടങ്ങിയിട്ടില്ലാത്ത കാര്യങ്ങൾ മനസ്സിലാക്കാൻ പ്രാപ്തിയായിട്ടില്ലാത്തൊരു കുരുന്നു കുട്ടിയോടും മാറ്റവരുണ്ടായ കുട്ടി മരണത്തിന് കീഴാകാൻ പോകുന്നു എന്നറിയുന്ന അമ്മയോടും ഒക്കെ എങ്ങനെയാണ് സംസാരിക്കാൻ പറ്റുക? അതാ കുട്ടിയോട് സംസാരിക്കാൻ പിന്നെ എളുപ്പമുണ്ട്. പക്ഷെ ആ ചെറുപ്പക്കാരായ കുട്ടിയോട് എന്താ പറയുക? ഉള്ള കാര്യം ചെയ്യും. മോനെ, നിനക്ക് ഈ രോഗം മാറുന്നതിനെ പറ്റി എന്താ അറിയുന്നത്? അത് പ്രായം അനുസരിച്ചിരിക്കും കേട്ടോ. ഒരു 6 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് മരണം എന്ന് വെച്ചാൽ പെർമനൻ്റ് ആണെന്ന് അറിഞ്ഞൂടാ. അവനോട് അച്ഛൻ മരിക്കാൻ പോവുകയാണോ, പിന്നെ എന്ന് വരും എന്ന് അവർ ചോദിക്കൂ. പക്ഷെ അത് കഴിഞ്ഞുള്ള പ്രായത്തിൽ അവർക്ക് കുറച്ചുകൂടെ മനസ്സിലാക്കാൻ ഒക്കും. അപ്പോൾ ഓരോ പ്രായം അനുസരിച്ച് കുറേ വ്യത്യാസം ഉണ്ടാവും. പിന്നെ കുറച്ചുകൂടെ മുതിരുമ്പോഴും വ്യത്യാസം ഉണ്ടാവും. എന്നാലും അവിടെ നിനക്ക് ഈ സുഖക്കാരനെ പറ്റി എന്തോ അറിയാടാ മോനെ എന്ന് ചോദിച്ചാൽ അവന് എനിക്കറിയാമല്ലോ, എനിക്ക് ലൂക്കീമിയാണെന്ന് എന്ന് പറഞ്ഞെന്നിരിക്കും. എനിക്കൊന്നും അറിഞ്ഞൂടാ എന്ന് പറഞ്ഞിരിക്കും. നിനക്കറിയണോ? അപ്പോൾ ഇതിനു മുമ്പേ അച്ഛൻ്റെ അമ്മയുടെ പെർമിഷൻ വാങ്ങിക്കാതെ എനിക്ക് കുട്ടിയോട് സംസാരിക്കാൻ പറ്റില്ല. അപ്പോൾ പലപ്പോഴും കുറച്ച് സംസാരത്തിന് ശേഷം ആ കോൺവെർസേഷൻ പറ്റാറുണ്ട്. അപ്പോൾ എനിക്ക് മരിക്കാൻ പേടിയാ.
മരിക്കുമ്പോൾ എന്താണ് പേടി? അപ്പോൾ പലതും പറഞ്ഞിട്ടുണ്ട് കുട്ടികൾ, എന്നെ ദൈവം ശിക്ഷിക്കുകയില്ലേ, ചെയ്ത കുറ്റങ്ങൾക്കെന്നായിരിക്കും. ചിലപ്പോൾ ഒരുത്തൻ പറഞ്ഞിട്ടുണ്ട്, എന്നെ കുഴിച്ചിടുമ്പോൾ എനിക്ക് ശ്വാസം മുട്ടില്ലെന്ന്. ഇവരുടെ ഉള്ളിലെ ഭയം എന്താണെന്ന് പലപ്പോഴും നമ്മൾ അറിയുന്നില്ല. ചിലർക്ക് എനിക്ക് അമ്മയെ അച്ഛനെ വിട്ടു പോകാൻ പറ്റില്ല എന്നായിരിക്കും. അപ്പോൾ നമ്മൾ ആ സമയത്ത് അതിന് എന്ത് ചെയ്യും? നമുക്ക് ആകുന്നിടത്തോളം കാലം അച്ഛൻ്റെ അമ്മയുടെയും കൂടെ സുഖമായിട്ട് കഴിയാൻ ഒക്കുന്നതെല്ലാം ഞങ്ങൾ ചെയ്യുക എന്നേ പറയാനൊക്കൂ. പക്ഷെ അത് കഴിഞ്ഞുള്ള കാര്യവും നമ്മൾ ആലോചിക്കണം. അത് ആ സമയത്ത് അവനെ അത് ഫോഴ്സ് ചെയ്യില്ല. പക്ഷേ ഇൻ 1 or 2 days അവർ തന്നെ വരും. അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെന്താ എന്ന് അവർ കുട്ടികൾ ഞാൻ പറഞ്ഞതുപോലെ മുതിർന്നവരെക്കാളും എളുപ്പം സ്വീകരിക്കും. ചെറുപ്പക്കാരാണ്, കുഞ്ഞുങ്ങളുള്ളവർ, അവർക്ക് വലിയ പ്രയാസം തന്നെ. ആലോചിച്ച് നോക്കുക, ഒരു സിംഗിൾ മദർ മോളെ വിട്ടുപോകണം. ഒറ്റ മോളാണ്, ഞാൻ മാത്രമേ അവക്കുള്ളൂ. അവിടെ അവർക്ക് അല്പമെങ്കിലും ആശ്വാസം ഉണ്ടെങ്കിൽ ആ മകളുടെ കെയറിന് ഒക്കുന്നത്രയും ഒരു ഫെസിലിറ്റി ആലോചിച്ചാലേ ഒക്കൂ. ഇപ്പോഴേ അതിനെപ്പറ്റി സംസാരിക്കണം. അത് ചിലപ്പോൾ ഒരു ഓർഫനേജ് ആയിരിക്കും, ഒരു അഡോപ്ഷൻ്റെ പോസിബിലിറ്റി ആയിരിക്കും. അവിടെ പക്ഷേ ഞങ്ങൾക്കൊരു കാര്യം ചെയ്യാനൊക്കെ, ഹെൽത്ത് കെയർ സിസ്റ്റത്തിന് മുഴുവൻ ചെയ്യാൻ സാധിക്കണം. പക്ഷേ അതിന് ഞങ്ങൾ കൂടെ നിൽക്കും. അവളെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്തോളും. അവൾക്ക് ആവശ്യമുള്ളിടത്ത് കാലം ഞങ്ങളുണ്ടാവും. ഞങ്ങൾ 300ഓളം കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പാലിയേറ്റീവ് തിരുവനന്തപുരത്ത്. ഇതെല്ലാ പാലിയേറ്റീവ് കെയർ സെൻ്ററും ചെയ്യാൻ ശ്രമിക്കേണ്ടതാണ്, കാരണം അതും പാലിയേറ്റീവ് കെയറിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഈ ഒരു ഫെസിലിറ്റി അവൾ പഠിക്കാനൊക്കുന്ന അത്രയും പഠിച്ചു എന്ന് ഞങ്ങൾ ഉറപ്പുവരുത്തും എന്നൊരു അഷ്വറൻസ് കൊടുത്താൽ അമ്മ ഉടനെ എന്നാൽ ഞാൻ പോകാമെന്ന് പറഞ്ഞ് സന്തോഷിക്കുമെന്നല്ല, പക്ഷേ അമ്മയുടെ ആദ്യം എത്രത്തോളം കുറയും. അവളെ സ്നേഹിക്കുന്ന ആരെങ്കിലും ഉണ്ടാവും എന്നുള്ളത് എന്തൊരു വലിയ റീഅഷ്വറൻസ് ആയിരിക്കും. ഇപ്പം ഇത്രയും കാലത്തെ അനുഭവത്തിനിടയ്ക്ക് ഈ മരണത്തെ ധൈര്യത്തോടെ നേരിട്ട 1-2 എക്സാമ്പിൾ എന്തായാലും പറയാനുണ്ടാവും. ഒരുപാടുണ്ട്. മെജോറിറ്റി അല്ല കേട്ടോ, മൈനോറിറ്റി. അത് ഞാൻ സമ്മതിച്ചു. അത് കുഞ്ഞുങ്ങളാണ് ഏറ്റവും കൂടുതൽ. എൻ്റെ കളിപ്പാട്ടങ്ങൾ പങ്കുവച്ച് അനിയനിതല്ല, അനിയത്തിക്കിതല്ല എന്ന് പങ്കുവെച്ച് കൊടുത്ത കുട്ടിയെ എനിക്കറിയാം. അത് പിന്നെ എളുപ്പമായിരുന്നു. ഈ ഒരു പ്രാവശ്യം ഒരു 55 വയസ്സുകാരനാ, ഞാനിങ്ങനെ രോഗം മാറിയില്ല എന്നുള്ളത് പറയാനൊക്കെ ഇങ്ങനെ സാവകാശം പറഞ്ഞു പോകാൻ, നിങ്ങൾ ബേജാറാവേണ്ട ഡോക്ടറെ, നമുക്കൊന്നുമില്ല, 55 വയസ്സായില്ലേ, എന്തേലും രോഗം വന്നിട്ടല്ലേ എല്ലാവരും പോണത്, പിന്നെ ചികിത്സ വല്ലതും ഉണ്ടോ ഡോക്ടറെ, ഉണ്ടെങ്കിൽ ചെയ്ത് കളയാം. ഇങ്ങനെ പറയുന്ന അസാമാന്യ മനുഷ്യരുമുണ്ട്. മരണത്തിനെ വരിക്കുന്നവർ ഇപ്പോഴും എങ്ങനെയെങ്കിലും മോസിക്കില്ലെങ്കിൽ കിട്ടണം എന്നാഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്. ഞങ്ങളിപ്പോൾ ലുക്ക് ആഫ്റ്റർ ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെയുണ്ട്. കാരണം ചിലർക്ക് ജീവിതം അത്രയും വലിയ ഭാരമായിരിക്കും. മരണത്തിന് വില്ലിങ്ങായിട്ട് വെയിറ്റ് ചെയ്യുന്നവരുണ്ട്, അല്ലാതെ സ്വീകരിക്കുന്നവരും ധാരാളമുണ്ട്. ഈ പാലിയേറ്റീവ് രംഗത്ത് നമ്മൾ പലപ്പോഴും പറഞ്ഞു കേൾക്കുന്ന ഒരു സാധാരണ പ്രയോഗമാണ് ക്വാളിറ്റി ഓഫ് ഡെത്ത്. എന്താണ് ആ ഒരു പ്രയോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒന്ന്, ശാരീരികമായിട്ട് എനിക്ക് സൗഖ്യം വേണം. ഇങ്ങനെ ശ്വാസം വലിച്ചുകൊണ്ടിരിക്കുമ്പോൾ വേറെ ഒന്നിനും മനസ്സില്ല, വേദന, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ആകുന്നിടത്തോളം മാറണം. ഇത് മാറിക്കഴിഞ്ഞാൽ ഒന്ന്, എനിക്ക് മാനസികമായിട്ട് സമാധാനം വേണം. അത് വേണമെങ്കിൽ ഞാൻ മരണം എന്നുള്ള പ്രക്രിയ സ്വീകരിച്ചിരിക്കണം. ശരി, ജീവിതാന്ത്യമായി, എനിക്ക് പോകണം, ദുഃഖമുണ്ട്, നിങ്ങളെയൊക്കെ വിട്ടുപോകാൻ എനിക്ക് ദുഃഖമുണ്ട്, പക്ഷേ പോയേ വെക്കൂ. ആ ഒരു അക്സെപ്റ്റൻസ് വരണം. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, എനിക്ക് എന്നെ ആരെങ്കിലും സ്നേഹിക്കുന്നു എന്നുള്ള തോന്നൽ വേണം. എനിക്കാരുമില്ല, ഇങ്ങനെ ഞാൻ പോകുന്നു, ഞാനിങ്ങനെ എന്തൊരു ജീവിതം, ഞാൻ എന്തിനു പോകുന്നു എന്ന് ഉള്ള ഒരു വിചാരത്തോടു കൂടി ഒരാൾ പോകുന്നത് ഭയങ്കര കഷ്ടമാണ്. അപ്പോൾ ഇത് എല്ലാം നമുക്ക് സാധിക്കാൻ പറ്റിയെന്ന് വരില്ല. ഒന്നാമത് ICU യൂണിറ്റിൽ വെന്റിലേറ്റർ കിടക്കുന്നയാളിന് ശാരീരികമായ സൗഖ്യം ഇല്ല എന്ന് മാത്രമല്ല, അതിൻ്റെ മറ്റേ എക്സ്ട്രീം ആഗണി. പക്ഷേ അത് കഴിഞ്ഞ് നമ്മൾ ശാരീരികമായിട്ടൊന്ന് കംഫർട്ടബിൾ ആയി കഴിഞ്ഞാൽ
മരണത്തിന് ക്വാളിറ്റി ഓഫ് ഡെത്ത് പറഞ്ഞില്ലേ, സ്വീകരിക്കുന്നവർക്ക് കുറച്ചുകൂടെ എളുപ്പമാണ്. അപ്പോൾ ആലോചിക്കാൻ പറ്റും എന്താണ് പ്രധാനം. എനിക്ക് ചേട്ടനെ ഒന്നുകൂടെ കാണണം. ചേട്ടൻ അന്ന് വന്നിട്ട് പിണങ്ങിയിട്ടാണ് പോയത്. എനിക്ക് അൺഫിനിഷ് ബിസിനസ് ഉണ്ടാവും, അത് തീർക്കാൻ സാധിക്കണം. ഇന്ന് ഓർക്കാത്തത് നാളെ ഞാൻ ഓർക്കും, അതിനവസരം ഉണ്ടാവണം. മോനെ, നിനക്ക് പോണോ, ഇന്ന് പോണോ, നിനക്കൊരു 3 ദിവസം കൂടെ നിൽക്കാൻ പറ്റുമോ എന്ന് ഞാൻ ചോദിച്ചെന്നിരിക്കും. അത് ചോദിക്കാനുള്ള ഫ്രീഡം എനിക്ക് വേണം. ഇതൊന്നും നടന്നില്ലെങ്കിലേ, എന്നാലും വൺ ഷുഡ് ഫീൽ ലവ്ഡ്. സ്നേഹം എവിടെയെങ്കിലും കിട്ടേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ ആരും ഇല്ലാത്തവരോ, എത്രയോ പേരുണ്ടോ ഉപേക്ഷിക്കപ്പെടുന്നവർ, അവിടെയും നിങ്ങൾക്കും എനിക്കും പറ്റുന്നു. അതിന് മെഡിക്കൽ വിദ്യാഭ്യാസം വേണ്ട, ഒരു മനുഷ്യനുണ്ടായാൽ മതി. ഐ കെയർ ഫോർ യു. കണ്ണീര് കണ്ടാൽ അറിയാം ഒരുപാട് വിഷമിക്കുന്നുണ്ടല്ലേ എന്ന് പറഞ്ഞ് കൈമുറുക്കി പിടിക്കാൻ ഒരാൾ വേണം. തനിച്ച് മരിക്കേണ്ടി വരിക എന്നുള്ളത് ഒരു അല്പം ദൗർഭാഗ്യം, അല്പമല്ല കുറേ അധികം ദൗർഭാഗ്യമാണ്. കൂടുതൽ കൂടുതൽ സമൂഹത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഇവിടെ നേരത്തെ നമ്മൾ സമൂഹത്തിൻ്റെ പങ്കാളിത്തം പറഞ്ഞില്ലേ, സമൂഹത്തിന് വലിയ റോളാണ്. കാരണം ഇല്ലെങ്കിലാണ് ഈ ആളുകൾ തനിച്ച് കിടന്ന് മരിക്കുന്നതും ദുർഗന്ധം വരുമ്പോൾ 3-ാം ദിവസം ആളുകൾ പോയി നോക്കി കാണുന്നതും ആ വാർത്തകൾ കൂടുതൽ കൂടുതൽ സംഭവിക്കുകയല്ലേ. അപ്പോൾ സമൂഹത്തിന് അതിൻ്റെ ഉള്ളിൽ എത്രയോ നന്മയുള്ള മനുഷ്യരുണ്ട്. അങ്ങനെ ഇല്ലാത്ത ഒരു സമൂഹം എവിടെയെങ്കിലും ഉണ്ടാവും? അവരൊന്ന് ഓർഗനൈസ്ഡായി കേരളത്തിലെ പാലിയേറ്റീവ് കെയർ പ്രസ്ഥാനം കുറേ അധികം ചെയ്തതും ഇനിയും ഒരുപാട് ചെയ്യാതിരിക്കുന്നതും കൂടെ, ആ സമയത്ത് സ്നേഹിക്കുന്ന ആളുകളില്ലാത്തവർക്ക് ആ സ്നേഹം കൊടുക്കാനും അവരുടെ ബന്ധുവാകാനും സമൂഹത്തിൽ ആളുണ്ടാവണം. അപ്പോഴാണ് ഒരുമാതിരി നല്ല മരണം പൊതുവെ നടക്കാൻ സാധ്യതയുള്ളത്. താങ്ക് യു. താങ്ക് യു.